കെ ഫോണുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജിയിലെ ഹൈക്കോടതി വിമർശനത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം സതീശൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. സതീശന് നേരെ രൂക്ഷ വിമർശനവും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് ഹർജിക്കാരൻ്റെതെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് സതീശൻ പ്രതികരിച്ചത്. ഹൈക്കോടതി തന്നെ വിമർശിക്കുകയല്ല, പരിഹസിക്കുകയാണ് ചെയ്തതെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയിൽ പോകേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നീതി തേടി കോടതിയിൽ പോകുന്നവരെ പരിഹസിക്കണോ എന്ന കാര്യം കോടതി തന്നെ പരിശോധിക്കട്ടെ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയിൽ വന്നു എന്നത് വിമർശനമല്ല, പരിഹാസമാണെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ മാധ്യമങ്ങളെ കണ്ടാൽ പോരെയെന്നും സതീശൻ ചോദിച്ചു. രേഖകളിൽ കുറവുണ്ടെങ്കിൽ കോടതിക്ക് അത് ചോദിക്കാമായിരുന്നു. ഭരണകൂടത്തിൽ നിന്നും നീതി കിട്ടാതെ വരുമ്പോഴാണ് ജനങ്ങൾ കോടതിയെ സമീപിക്കുന്നത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ആളുകളുടെ അവസാന പ്രതീക്ഷയും വിശ്വാസവും കോടതിയാണെന്നും ഇനി എന്തു പ്രതീക്ഷയിലാണ് സാധാരണക്കാർ കോടതിയെ സമീപിക്കുക എന്ന് വിചാരിച്ചാൽ കുറ്റം പറയാനാകില്ല എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. താനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കത്തിനല്ല കോടതിയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വേലി കെട്ടിയപ്പോൾ ഉണ്ടായ തർക്കമെങ്കിൽ പൊതു താൽപര്യം ഇല്ല എന്ന് പറയാം. എന്തായാലും എനിക്ക് ഇപ്പോഴും നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസവും ബഹുമാനവുമുണ്ട്, സതീശൻ കൂട്ടിച്ചേർത്തു. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആരോപണം ഉന്നയിച്ചിരുന്നതാണ് അദ്ദേഹം എന്നും ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല എന്നും ഇതേ തുടർന്ന് കൂടുതൽ രേഖകൾ കിട്ടിയപ്പോഴാണ് കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. താനൊരു അഭിഭാഷകനാണെന്നും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ പോയാൽ എങ്ങനെയാണ് പബ്ലിസിറ്റി കിട്ടുക എന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നും മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തിനെതിരെ മുമ്പ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോൾ കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് തനിക്ക് കോടതിയിൽ നിന്നും അനുകൂല പരാമർശം ലഭിച്ചിട്ടുണ്ടെന്നും പൊതു താൽപര്യ ഹർജി എന്താണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നും സതീശൻ വ്യക്തമാക്കി. കെ ഫോൺ പദ്ധതിക്കെതിരായി തന്റെ ഹർജി തള്ളിയിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു നടപടിയാണ്. അത് നടക്കട്ടെ എന്നും അതിനെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി.